ഈ ചുട്ടു പൊള്ളുന്ന ചൂടിന് ഇതുപോലെ ഡ്രിങ്ക് കിട്ടുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പ് ബ്രൗൺ കളറിലുള്ള അവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ബ്രൗൺ കളറുള്ള അവൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ല തവിടോട് കൂടിയിട്ടുള്ള അവൽ തന്നെ ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അവലെന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ കിട്ടുമെങ്കിൽ എടുക്കുക. നല്ല രീതിയിലൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാന്ന് വെച്ചാൽ നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് വറുത്തിട്ടെടുക്കുക കേട്ടോ. അത്രേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഈ ഒരു രീതിക്ക് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് വറുത്ത ശേഷം അതൊന്ന് മാറ്റി വെക്കാം. കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിലൊന്ന് നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്ക് അവൽ ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അവൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണ്ടാന്നുള്ള കൂട്ടർക്ക് ഈത്തപ്പഴം എടുക്കാം കേട്ടോ. ഈത്തപ്പഴം നല്ല രീതിയിൽ കഴുകിയിട്ട് കുതിർത്ത് വെച്ച ശേഷം നമുക്കതൊന്ന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ല രീതിക്കൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മതിയാവും. ഇതിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ പാല് നമ്മൾ ആദ്യം തന്നെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് പാലിന് പകരം തേങ്ങാപ്പാൽ, മിൽമപ്പാലിന് പകരം തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ചുകൂടെ പാല് 2 കപ്പ് പാൽ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 3 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ പാലെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഞാൻ ഈ പാല് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതൊരു ഓപ്ഷനിലാണ്, കുറച്ച് കളറ് ചേർക്കുന്നുണ്ട്. ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. നമുക്ക് അവൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ സിമ്പിളാണ്. നമ്മൾ വീഡിയോയിൽ നല്ല കളറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്തത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം കളറൊന്നും ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഡ്രിങ്ക്. പിന്നെ ഈ വെയിൽ സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെ ഒരു ഡ്രിങ്കൊക്കെ കിട്ടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മൾ തണുപ്പിച്ചിട്ട് വേണം നമ്മളിത് കഴിക്കാൻ, എന്തെങ്കിലും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാം ആയാലും കാഷ്യൂനട്ട് ആയാലും ഒക്കെ നിങ്ങൾക്ക് നേരിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. ഇടയ്ക്ക് നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം തണുപ്പൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് സമയം വെച്ചിട്ട് അത് ഇളം തണുപ്പോട് കൂടിയൊക്കെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല സുഖമാണ്. ഈ വെയിലത്തും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഡ്രിങ്ക് കിട്ടുകയാണെങ്കിൽ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഡ്രിങ്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഈത്തപ്പഴം ചേർത്തിട്ട് ചെയ്താലും മതി. അതിലും ടേസ്റ്റൊന്നും വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബൊക്കെ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് ലൈക്കൊക്കെ തന്ന് നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.